ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജീവിതമാകുന്ന ഈ ഒരു കളിയിൽ നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ്. ഈ ഒരു കളിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒത്തിരി പേര് ഉണ്ടാകും, പക്ഷേ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സമയം ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ വിജയിക്കുക തന്നെ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വിജയം മുന്നേ തന്നെ എഴുതപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും രൂപം കൊള്ളുമ്പോൾ അതിൻ്റെ സമാധാനവും അതിൻ്റെ കൂടെ രൂപം കൊള്ളുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു വിജയം നേരത്തെ തന്നെ എഴുതപ്പെട്ടത് ആയതുകൊണ്ട് നിങ്ങളത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും കാരണം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല എന്നായിരിക്കാം. പക്ഷേ മുന്നേയൊക്കെ നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിട്ടായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ പല മോശം സാഹചര്യത്തിലും കൂടെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി, ദൈവമേ, എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല, എന്നിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇമേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വലിയ ഒരു അടിയായിരിക്കും ലഭിച്ചത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ശൂന്യമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയില്ലേ, ആ ഒരവസ്ഥ. ഇവിടെ നിങ്ങളുടെ ലൈഫ് ഈ ഒരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് തിരികെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളെക്കുറിച്ച് വളരെ തെറ്റായ രീതിയിലാണ് പ്രിഡിക്റ്റ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങളുടെ ലൈഫിൽ ഈ സാഹചര്യങ്ങളൊന്നും ഇനി നേരെ ആവത്തില്ല, ഇനി എനിക്ക് ഒന്നും നല്ലത് സംഭവിക്കത്തില്ല, അങ്ങനെ ആദ്യമേ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ മുൻകൂട്ടി മുൻവിധി എഴുതാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ ദൈവം പല രീതിയിലും പല മിറാക്കിളും കൊണ്ടുവരും. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ സമയമാണ് ഇവിടെ നിങ്ങളെ കുറച്ച് സമയത്തേക്ക് സ്റ്റക്കാക്കി വെച്ചത്. അതായത് സമയം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റക്കായിട്ടിരിക്കൂ, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥയല്ല. നിങ്ങളുടെ ലൈഫിൽ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചു. ഇനി നിങ്ങൾ മുന്നോട്ട് പോയി കാര്യങ്ങൾ നേരെയാക്കുന്നതിനെക്കാട്ടി കുറച്ച് നേരം നിങ്ങൾ റിലാക്സ് ആവും. അതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴാണ് നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന്. അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കേണ്ടി വന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കത്തില്ല. നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കാരണം നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രമങ്ങൾ ചെയ്താലും അത് വിഫലമാകും. നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. ജോലിക്ക് 2 ദിവസം പോകുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടാതെ അത് നമുക്ക് കയ്യിൽ നിന്ന് പോകേണ്ട അവസ്ഥ, ഇല്ല എങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ ജോലി വിട്ടുകളയേണ്ട അവസ്ഥ. അതാണ് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്താലും അതെല്ലാം ഫ്ലോപ്പായി മാറും. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല പരാജയങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആ പരാജയത്തെ എല്ലാം വിജയിക്കുന്ന ആ ഒരു സമയമാണ് ഇത്. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളാണോ ഉണ്ടായത് അതെല്ലാം നികത്തുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം അതാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനറിയാം ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ വിജയമാണോ അതോ പരാജയമാണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടി ചിലപ്പം ദൈവം നിങ്ങളെ സ്റ്റക്കാക്കി വെക്കും. അതായത് നിങ്ങൾക്ക് പരാജയമാണ് ലഭിക്കാൻ പോകുന്നതെങ്കിൽ ദൈവം കുറച്ച് നേരം നിങ്ങളെ സ്റ്റക്കാക്കി വെക്കും. വേണ്ട, ഇവർ മുന്നോട്ട് പോയിട്ട് പരാജയമല്ല ഇവർക്ക് ലഭിക്കുന്നത്, അതുകൊണ്ട് ഇവരെ സ്റ്റക്കാക്കി വെക്കാമെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ സ്റ്റക്കായിട്ടിരുന്നപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വയ്ക്കേണ്ട ചില ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് വച്ചു. കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയാൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർ നിങ്ങളുടെ മോശമാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വച്ചത്. ഇവിടെ ഈ വ്യക്തികൾ വളരെ മോശം രീതിയിലാണ് നിങ്ങളെ ചതിച്ചത്. അതായത് കള്ളം പറഞ്ഞ് നിങ്ങളെ ചതിച്ചു. നിങ്ങളുടെ പല ആൾക്കാരും ഈ ഒരു ശത്രുവിൻ്റെ കൂടെ കൂട്ടായി. അതായത് ഒരാളായിരുന്നു ആദ്യം നിങ്ങളുടെ ശത്രു, പിന്നെ അത് കൂട്ടമായി മാറി. അപ്പോൾ നിങ്ങൾക്ക് തോന്നി, ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നല്ലതാണ് ചിന്തിക്കുന്നത്, എന്നിട്ട് എന്നോട് എല്ലാവരും മോശമായിട്ടാണല്ലോ പെരുമാറുന്നത്, എല്ലാം വളരെ മോശം അവസ്ഥയിലാണല്ലോ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നി. ജോലിയിലുള്ള ആ ഒരു കഠിനാധ്വാനം അത് വെറുതെ പോയി.
പിന്നെ ബന്ധങ്ങളിൽ നല്ലത് കൊണ്ടുവരാൻ ശ്രമിച്ചു, അതും വെറുതെ പോയി. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളെ ദൈവം സ്റ്റക്കാക്കി വെച്ചു. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായി പോയി, എല്ലാവരും എന്നെ തനിച്ചാക്കി പോയി, ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്നാണ്. സമയം ഒരിക്കലും ഒരാളെയും തനിച്ചാക്കത്തില്ല. സമയം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ഇവിടെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്നതാണ്. അല്ലാതെ ഇങ്ങനത്തെ കാപട്യമുള്ള ആൾക്കാർ ഇനി നിങ്ങളുടെ ലൈഫിൽ വരത്തില്ല. ഇനി സത്യസന്ധരായ നിങ്ങളോട് അതേ രീതിയിൽ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കാം വരുന്നത്, സംസാരിക്കാനും കൂട്ടുകൂടാനും എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ടീം നിങ്ങൾ മുഖേന ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇങ്ങനെ കുറേ ആൾക്കാരുടെ ആ ഒരു ടീം നിങ്ങൾക്ക് മുന്നേ ഒന്നും ലഭിച്ചില്ല, ഇപ്പോഴാണ് അത് ലഭിക്കാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും. ഇവിടെ എത്ര മോശം സമയത്തും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ അതിൽ പിറകിലോട്ട് പോയില്ല. എത്ര മോശം സമയം വന്നാലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുകൂടാതെ എത്ര പരാജയം പെട്ടിട്ടും നിങ്ങൾ വീണ്ടും എണീച്ച് നിന്ന് പോരാടാൻ ശ്രമിച്ചു. ഇതും ദൈവം കാണുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചില്ല, എല്ലാം അവസാനിച്ച് സീറോയുടെ ആ ഒരു സ്ഥിതിയിൽ വന്നു ഞാൻ, ഇനി എനിക്കൊന്നും ബാക്കിയില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരാണെങ്കിൽ എല്ലാം അവസാനിച്ചു, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നിരാശപ്പെട്ട് വേദനിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, എന്തായാലും ഞാൻ വീണ്ടും ശ്രമിക്കും എന്നുള്ള മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഒന്നിന് പിറകെ ഒന്നായിട്ട് എല്ലാ സിറ്റുവേഷനിലും വിജയിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം ഒത്തിരി സിറ്റുവേഷനിലും നിങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് ദൈവം ഒന്നിന് പിറകെ ഒന്നായിട്ട് പല സിറ്റുവേഷനിലും നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ ആരാണോ കൂടുതലായിട്ട് വേദനിപ്പിച്ചത് അവിടെ ഒരു ന്യായം ഉണ്ടാവുന്നതായിട്ട് ഇവിടെ ബ്ലാക്ക് ഹോഴ്സിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി നിങ്ങളെ വേദനിപ്പിച്ചവരുടെ നേർക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആൾക്കാർക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തുഷ്ടി ഭാവം ഉണ്ടാവത്തില്ല. എന്നെ ദ്രോഹിച്ചെങ്കിൽ എന്താ, അവർക്ക് അവരുടെ ആ ഒരു കർമ്മഫലം ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തുഷ്ട ഭാവം ഇല്ല, ആ ഒരു ഭാവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ന്യായമാണ്. പക്ഷേ ഇതിനെയും കാട്ടി വലിയൊരു ന്യായം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടമായത് ആ ഒരു നഷ്ടങ്ങളെല്ലാം നികത്തുന്ന രീതിയിലുള്ള ആ ഒരു ന്യായം, ആ ഒരു വലിയ ന്യായം സംഭവിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് സന്തുഷ്ടമാകുന്നത്. ഇവിടെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ സന്തോഷം ലഭിക്കരുതെന്നാണ്. പക്ഷേ ദൈവം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങൾ തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതുവരെയും ചില ആൾക്കാരോട് ക്ഷമിക്കാൻ സാധിച്ചില്ല, ഫോർഗീവ്നെസ്സിൻ്റെ ആ ഒരു ഭാവത്തിൽ വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ ഫോർഗീവ്നെസ്സിൻ്റെ ആ ഒരു ഭാവത്തിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങൾ അങ്ങനൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളതായിട്ട് മാറും. മുന്നേക്ക് ഫോർഗീവ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് ഫോർഗീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ദൈവത്തിനോട് ഈ ഒരു കാര്യത്തിൽ നന്ദി പറയും. ദൈവമേ, എനിക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ മറക്കാനുള്ള ആ ഒരു ശക്തി എനിക്കിപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇത്രത്തോളം സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് തന്നെ അതിശയമായിട്ട് തോന്നുന്നു. മുന്നേക്ക് ഞാൻ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ പെട്ടെന്ന് അത് മറക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന സമയം കുറച്ചൊന്ന് ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ വയ്ക്കണം. കാരണം ആരോഗ്യം റിലേറ്റഡായിട്ട് നിങ്ങൾ കുറച്ച് എന്താ പറയുക, ശ്രദ്ധയില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാതെ, കാരണം സമയം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി റെഡിയായിട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോവരുത്. മുന്നേ നിങ്ങൾ ഒത്തിരി നിങ്ങളെ ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ എല്ലാത്തിലും ഒരു ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. കുടുംബത്തിലായാലും എന്തിലായാലും ഒരു ബാലൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളെപ്പോഴും മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക, നേച്ചറിൻ്റെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. മരങ്ങൾക്കും ഗാർഡനിങ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുക. മരങ്ങളുടെയും ചെടികളുടെയും ഇടയിൽ കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിക്കുക. നേച്ചറുമായിട്ട് കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിരിക്കുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക.
ഇനി ഒരിക്കലും പാസ്റ്റിലെ ആ ഒരു എനർജി നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നല്ല രീതിയിൽ അറിയാം. ചില സമയം വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം നടന്നതെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. പെട്ടെന്നായിരിക്കും ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു പവർ ഉണ്ട് എന്ന്. ഒരു ഇതും കൂടാതെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അതായത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ അതിൽ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ. ഇപ്പോൾ സമയം അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനൊരു സമയമല്ല ഇപ്പോഴത്തെ സമയം. കാരണം നിങ്ങളുടെ സന്തോഷം അത് ആണിപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള പല കളികളും വിജയിക്കുക എന്നതാണ്. ആ കളികളിലെല്ലാം നെഗറ്റിവിറ്റിയെ നിങ്ങൾ തോൽപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലീഗൽ ഇഷ്യൂ ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട്, സമയത്തിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. വലിയ ഒരു ആനയില്ല, ആനയുടെ അത്രയും വലിയ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഒത്തിരി വിജയിക്കാൻ സാധിക്കുന്നതായിട്ട്, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒത്തിരി നല്ല ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു സമയം നിങ്ങൾ തോറ്റുപോയി, നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ പ്രശ്നങ്ങളുമാണ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ പാസ്റ്റിലെ പല വ്യക്തികളെ മറന്നു പോയിട്ടുണ്ട്. പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച്, കാരണം പുതിയ പുതിയ ആൾക്കാരല്ലേ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും പാസ്റ്റിൽ നിങ്ങളെ ദ്രോഹിച്ചവർ ആരാണോ അവർ റിലേറ്റഡ് ആയിട്ട് ഒരു ന്യായം, അതിൻ്റെ ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാതിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. പാസ്റ്റിലുള്ള ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചവരാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർ റിലേറ്റഡ് ആയിട്ടൊരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന സമയം ലഭിക്കുന്നതാണ്. ഇവിടെ ആൾക്കാർ നിങ്ങളെ ഒരു ചക്രവ്യൂഹത്തിൽ കൊണ്ട് എത്തിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടും സമയത്തിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഒരു സിറ്റുവേഷനിലും പെട്ടുപോകത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഇല്ലീഗൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അതിൽ നിന്ന് പോലും നിങ്ങൾ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ സ്വാമി കൂടെയുണ്ട്. പിന്നെ എന്ത് നിങ്ങൾ പേടിക്കണം? നിങ്ങളുടെ കൂടെ ഒന്നും തന്നെ മോശം സംഭവിക്കുകയില്ല. ഇവിടെ എന്തിലായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അത് നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിക്കൊള്ളട്ടെ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈൻ ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ജോലി ആയിരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ 100% അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ കഠിനാധ്വാനവും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പിറകിലോട്ടാണ് നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. നിങ്ങൾ എത്ര തന്നെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ്, നല്ല രീതിയിൽ കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് വിജയം ഒരിക്കലും ലഭിക്കുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ മാറ്റം, അതായത് ട്രാക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം കാര്യങ്ങളൊന്നും നേരെ ചൊവ്വയല്ല പോകുന്നതെന്നുള്ള തോന്നൽ കാരണം വേറെ ജോബ് നോക്കാം അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം 369 അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, ബ്ലൂ കളർ, ഈ ഒരു കളേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് നിങ്ങളെ കുറച്ചൊന്ന് ഭ്രമിപ്പിക്കാൻ നോക്കിയാണ്. അതിൽ നിങ്ങൾ വീഴരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ജോബ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ജോബിൽ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലാണ് നിങ്ങൾക്ക് സക്സസ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ഓൺലൈൻ ജോബ് ചെയ്യുന്നവരായിരിക്കാം. അവർക്ക് ഈ ഇതിൽ തന്നെയാണ് സക്സസ് ഉള്ളത്. കാരണം ഈ ഒരു സമയം നിങ്ങളെ ഭ്രമിതരാക്കാൻ നോക്കിയാണ്. നിങ്ങൾ ഭ്രമിതരായി വേറെ ജോലി നോക്കും. വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലി തന്നെ വന്ന് പെടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ജോലി ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങളുടെ കഠിനാധ്വാനം വെറുതെ പാഴായി പോയല്ലോ എന്ന്. ഇപ്പോൾ നിങ്ങൾ തോറ്റുപോയി എന്നുള്ള ഫീലിലാണ് ഉള്ളത്.
ഇവിടെ ആര് നിങ്ങൾക്കെതിരെ എന്ത് പ്ലാനിങ് ചെയ്താലും ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ് നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട. ദൈവത്തിൻ്റെ പ്ലാനിങ് നിങ്ങളുടെ മേൽ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾ വിജയിക്കാനുള്ള സമയമാണ്. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ ആ ഒരു സമയം കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറപ്പായിട്ടും എത്തിച്ചേരും എന്നാണ് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്ത് ജോലി ചെയ്താലും. ഇവിടെ നിങ്ങളുടെ അവസ്ഥ എന്ത് മോശമായാലും നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക. ഇവിടെ നിങ്ങളുടെ കർമ്മ നല്ലതാണ് എങ്കിൽ നിങ്ങളുടെ കൂടെ ഒരിക്കലും മോശം സംഭവിക്കത്തില്ല, അത് മാത്രം നിങ്ങൾ വിശ്വസിക്കൂ. ഇവിടെ നിങ്ങളുടെ ലക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വന്തക്കാർ പോലും നിങ്ങൾക്കെതിരാക്കി മാറ്റാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിച്ചു. അപ്പോഴെല്ലാം നിങ്ങൾ പതറാതെ ഇരുന്നു. എപ്പോഴായാലും എൻ്റെ ആൾക്കാർ എന്നെ മനസ്സിലാക്കുമെന്ന്. അപ്പോൾ അതേപോലെ ഈ ഒരു നല്ല സമയം വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ആ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശം സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരോട് നിങ്ങൾ നല്ലതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ ഈശ്വരൻ ആ ഒരു കാര്യത്തിൽ ന്യായം പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്ന് സമയം എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരോട് ഒന്നും പറഞ്ഞില്ല നിങ്ങൾ ശരിയാണ് എന്ന്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഡിഗ്നിറ്റി, നിങ്ങളുടെ ആ ഒരു ചരിത്രം അത് മനസ്സിലാക്കിയാണ് അവർക്ക് സത്യം മനസ്സിലാവുന്നത്. ഇവിടെ ഓരോ വ്യക്തികളും ഓരോ പ്ലാനിങ് നിങ്ങൾക്കെതിരെ ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല എന്നാണ്. അത് നിങ്ങൾ എപ്പോഴൊക്കെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങളെ അതായത് കൺഫ്യൂഷനാക്കുന്ന സ്ഥിതികൾ ഈ വ്യക്തി മുഖേന ക്രിയേറ്റ് ആക്കുമായിരുന്നു. അത് നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല, ആ രീതിയിലാണ് ആ വ്യക്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പാടില്ല. ഫോക്കസ് ചെയ്താൽ നിങ്ങൾ വിജയിക്കുമെന്ന് ആ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കാതെ കൺഫ്യൂഷനാക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആ ഒരു സാഹചര്യം അങ്ങനെ ഇവർ ക്രിയേറ്റ് ആക്കിയിരുന്നു. ഇവിടെ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ ഏഞ്ചൽസ് മുഖേന നിങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഓരോ കാൽവയ്പിലും ഈശ്വരൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അതായത് ഒരു വ്യക്തി എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളെ പരാജയപ്പെടുത്താൻ അവിടെയൊക്കെ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നതാണ്. നിങ്ങളുടെ നല്ല ഗോൾസ് എന്താണോ അത് നിങ്ങൾ ഇപ്പോഴേ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ലഭിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണോ അതിനെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു സക്സസ് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളായിരിക്കാം. ഇവിടെ വീട്ടിനടുത്തുള്ള ആളാണ് ഈ ഒരു വ്യക്തിയെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് വലിച്ചെറിയുക, നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലുമൊക്കെ കൂടോത്രങ്ങളൊക്കെ ചെയ്തിട്ട് എറിയത്തില്ലേ ആ വീട്ടിലോട്ടേക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. അതായത് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫോക്കസ് നിങ്ങളുടെ വർക്കിൽ നിന്ന് മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ വീട്ടിൻ്റെ മുന്നിൽ ഇടുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ഇതിലോട്ടാവുമല്ലോ, നിങ്ങൾ വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കത്തില്ല. അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഒരു വ്യക്തി ഇങ്ങനെ നിങ്ങളുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ റീഡിങ്ങിൽ വരുന്നത്. ചിലപ്പോൾ വീടിനടുത്തുള്ള ആളല്ല എങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. കാരണം അവർ നിങ്ങൾക്കെതിരെയായിട്ട് ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ മെൻ്റലായിട്ട് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. കാരണം ഇവർ മെൻ്റലി ഇത്രമാത്രം നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ കാരണം നിങ്ങളുടെ വർക്കിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറണം. അതാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ശത്രുവിൻ്റെ പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ അതോ എൻ്റെ വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കളയാൻ വേണ്ടി, നിങ്ങളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കുള്ളതായിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കാൻ പോകണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് വളരെ നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇവിടെ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി എന്തുമാത്രം നല്ലതായിട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത്തില്ല. ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ബുദ്ധി പോകാൻ പോകുന്നത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രഗിൾ തന്നു അത്രത്തോളം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു സാഹസികതയെ നിങ്ങൾ കൂട്ടണം. കാരണം അത്രമാത്രം സാഹസികത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു യൂണിക്കായിട്ടുള്ള ക്വാളിറ്റിയാണ്, ഇത്രയും മാത്രം സാഹസികത നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടി പല ഐഡിയാസും അവർ പറഞ്ഞിട്ട് പറയും നിങ്ങളുടെ കുടുംബത്തിന് ഈ ഐഡിയാസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന്. പക്ഷേ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ ആദ്യമൊക്കെ വിശ്വസിക്കും. പിന്നെ ഈ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് മോശമായിട്ട് ആണ് വരുന്നതെന്ന് അറിയുമ്പോൾ പിന്നെ നിങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം സ്റ്റാർട്ടിങ് സമയത്ത് ഇവർ നിങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ നല്ല ഐഡിയാസ് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ഘട്ടമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമായിട്ടുള്ള ഐഡിയകളാണ് ഇവർ പറഞ്ഞു തരുന്നത്. ഇവർ നിങ്ങളെ ഏതെങ്കിലും ഒരു കുഴിയിൽ പെടുത്താൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ പെട്ടു എന്ന് വരുമ്പോഴായിരിക്കും ദൈവം എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ തലയിൽ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് വരുന്നത്. എന്നിട്ട് ഇവരെ അതിൽ പെടുത്തുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയാൻ കാരണം. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിചിത്രമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുവാനാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കഠിനമായിട്ടുള്ള വഴിയിൽ കൂടെയാണ് കടന്നു വന്നത്. പക്ഷേ നിങ്ങളുടെ സ്വന്തക്കാരൊരിക്കലും ആ കഠിനമായിട്ടുള്ള വഴിയിൽ വരാൻ പാടില്ല എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ സ്വന്തക്കാർ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരെ ഹെൽപ്പ് ചെയ്യാനും പോകാറുണ്ട്. ഇവിടെ ഒരു പർപ്പിൾ കളറുള്ള ഏഞ്ചൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള ആത്മാവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഏഞ്ചൽസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ തരുവാൻ വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എൻ്റെ കുട്ടികൾക്കോ എൻ്റെ ഭർത്താവിനോ എനിക്കോ ഒന്നും വരാതിരിക്കാൻ കാത്തു രക്ഷിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സ്വന്തക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെയാണ്, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഊർജ്ജം, എല്ലാവരെയും രക്ഷിക്കുന്ന ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത്. നിങ്ങളപ്പോൾ ആ ഒരു ഊർജ്ജത്തിന് വാല്യൂ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്കല്ല ഉപയോഗം, നിങ്ങളുടെ കൂടെയുള്ളവർക്കും നിങ്ങളെ അറിയുന്നവർക്കുമായിരിക്കാം അത് ഉപയോഗമാവുന്നത്. നിങ്ങളുടെ ഈ ഒരു ടാലൻറ്റ്, നിങ്ങളുടെ ഈ ഒരു ബുദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റു പല ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ടാലൻറ്റും ബുദ്ധിയും തന്നിരിക്കുന്നത്. കാരണം അവർക്കും നിങ്ങൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇത്ര ബുദ്ധിയും ഇത്രയും ടാലൻ്റായിട്ട് മാറ്റിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാപ്തമാകുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഹീലിങ്ങും സന്തോഷവും എല്ലാം ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കത്തില്ല, അതിനെ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം തരുവാനും ഒത്തിരി ആഗ്രഹിക്കും. ഇവിടെ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായി മറ്റുള്ളവരുടെ മുമ്പിൽ മാറുന്നതാണ്. എങ്കിലേ നിങ്ങൾ ഒരു ഐഡിയലായി മാറുകയുള്ളൂ. കാരണം ഒരു ഫെയിലിയർ വ്യക്തിയിൽ നിന്നാണ് ഒരു വിജയിക്കുന്ന വ്യക്തി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫെയിലിയർ എന്താണോ, നിങ്ങളുടെ വിജയം എന്താണോ, നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ അതേപോലെ ചിന്തിക്കും, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയായി മാറിയത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഐഡിയലായി നിങ്ങളെ മാറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയലായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. ഒരു ഫെയിലിയർ വ്യക്തിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കും ഒരിക്കലുമില്ല, പക്ഷേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ വാക്കുകൾ നമ്മൾ ഉറപ്പായിട്ടും കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.